മോർണിംഗ് ഗൈസ്, നമ്മളിപ്പോൾ കാഞ്ഞിരക്കാട് പള്ളിപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മൾ എവിടേക്കാണ് അമ്മി പോണത്? എവിടേക്കാണ് പോണേ? എവിടേക്കാണ് പോണേ? അവിടേക്കാണ് നമ്മൾ പോണത്. ഇത് മമ്മി, ഇത് മമ്മിയുടെ ചേച്ചി, ഇത് മമ്മിയുടെ അനിയത്തി, അത് മമ്മിയുടെ അമ്മ, പിന്നെ ഞാനും. ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് ഇന്ന് പോണത്. പെട്രോൾ പമ്പിൽ പോകണ്ട, പെട്രോൾ പമ്പിലൊക്കെ പോയി. ഇനി നമ്മൾ ചായ കുടിക്കാൻ ഒരു സ്ഥലം നോക്കി വന്നപ്പോൾ ഊട്ടുപുര തുറന്നിട്ടില്ല. നമ്മൾ വീണ്ടും കാറിൻ്റെ അടുത്തേക്ക് പോകുന്നു. നമ്മുടെ യാത്ര തുടരും. അല്ലെങ്കിൽ കട തുറന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കയറി ഫുഡ് കഴിക്കും. അല്ലേ മമ്മി? വിശക്കുണ്ടോ? എനിക്ക് വിശക്കുണ്ടായിരുന്നു. ഞാൻ ചായ ഒരു സമൂസയും കയറ്റി. ഇപ്പം എൻ്റെ വിശക്ക് മാറി. വലിയമ്മയ്ക്ക് വിശക്കുണ്ടോ? വിസ്മാൻറ്റിക്ക് വിശക്കുണ്ടോ? അവരൊക്കെ 10 മണിക്ക് കഴിക്കുന്ന ആൾക്കാരാണ്. ഞാൻ നേരത്തെ കഴിക്കണോണ്ട് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ ചായ സമൂസയും കഴിച്ചു. ഇനി ഞങ്ങൾ കാറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അല്ലേ? ഇന്ന് ഹോട്ടൽ അന്വേഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. എന്ത് പറയാം, അടുത്ത് ഉടുപ്പി ഹോട്ടലും പിന്നെ ഈ ഹോട്ടലും ഉണ്ട്. ഇപ്പൊ സത്യം പറഞ്ഞ ഫുഡ് ഇല്ല. ഓ, എനിക്ക് പൂരി മസാലയും മതി. ഇന്നലത്തെ ആയിരിക്കുന്നത്. അയ്യോ, എനിക്ക് വയ്യ. നമ്മളിപ്പം നൂൽപുട്ട് കഴിക്കാൻ മമ്മി കൊണ്ടുപോകാം. മമ്മി അറിയാം നല്ല നൂൽപുട്ടാന്നൊക്കെ. നമ്മൾ മമ്മിയുടെ പുറകെ പോകുന്നു. കഴിച്ചു നോക്കട്ടെ, ഞാൻ എന്താ കഴിക്കണേന്ന് എനിക്കെന്നെ അറിഞ്ഞൂടാ. ഈ ഹോട്ടൽ കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത് ഇവിടെ നമ്മൾ മുന്നേ വന്നിട്ടുണ്ട്. അമ്മച്ചി എന്ത് പറഞ്ഞ്? നൂൽപുട്ട്. വലിയമ്മ എന്താ പറഞ്ഞത്? നെയ് റോസ്റ്റ്. മമ്മി നെയ് റോസ്റ്റാണ് പറഞ്ഞത് അല്ലേ അമ്മി? നൂൽപുട്ടും കുറുമക്കറിയും വന്നിട്ടുണ്ട്. നല്ല ചൂടുണ്ടെന്നാണ് പറഞ്ഞത്. ടെസ്റ്റ് ചെയ്തത് വിസ്മി തന്നെയാണ്. എങ്ങനെയുണ്ട്? ചൂടുണ്ടോ? അതേ ഗ്ലാസ്സൊക്കെ വന്നു, വെള്ളമൊക്കെ വന്നു. ഹായ് കാണിക്കും ചേട്ടാ. ഹായ് കാണിക്കുന്നില്ല. ഇനി ചേട്ടൻ ചിലപ്പോൾ തല്ലും. ഫുഡ് വന്നു എൻ്റെ ബിസ്മാൻറ്റിയുടെ. ഇത് അവരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുക. അങ്ങനെ മസാല ദോശ ഒന്നും വടയുണ്ട് കേട്ടോ. എൻ്റെ വടയുടെ എവിടെ ഒടിച്ചിരിക്കുക. അതേ ഒടിച്ച് കഴിക്കില്ലേ? സ്റ്റാർട്ട് ചെയ്യില്ലേ? തുടങ്ങിക്കോ യുദ്ധം. എന്നാൽ മമ്മി ഞങ്ങൾ തുടങ്ങട്ടെ. ബിസ്മാൻറ്റി അതിനെ ചുരുട്ടിക്കുട്ടി കടലിൽ വെച്ചു. ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ നടുക്ക് വെച്ച് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ മടക്കി വെച്ചു. ഒരു സൈഡിലോട്ടായിട്ടിരുന്നു. ഇനി നമുക്ക് അംഗം തുടങ്ങാം. സാമ്പാറുണ്ട്, ഉള്ളിച്ചമ്മന്തി ഉണ്ട്, സാമ്പാറുണ്ട്, പിന്നെ ചമ്മന്തി ഉണ്ട്. ഞാനും കഴിക്കാൻ തുടങ്ങി. പാവം മമ്മിക്ക് ഇതുവരെ കിട്ടിയില്ല. അത് വലിയമ്മയുടെ സ്നേഹം കണ്ടോ? വടയൊക്കെ തിന്നുന്നുണ്ട്. എനിക്കുണ്ടോ? എൻ്റെ വട ഇവിടെ ഇരിക്കണ്ടോ? മമ്മി പാവം നോക്കിയിരിക്കും. അമ്മയ്ക്ക് കിട്ടിയില്ല കേട്ടോ. അല്ല മമ്മി വലിയമ്മയുടെ വടി മേടിച്ച് കഴിക്കുക. കിട്ടിയില്ല അല്ലേ? ആ വിഷമം ആ മുഖത്ത് നിങ്ങൾ കാണുന്നുണ്ടോ? രണ്ടാമത്തെ ചായ വന്നിട്ടുണ്ട്. ബിസ്മാൻറ്റി ചായ പറഞ്ഞു, മമ്മി ചായ പറഞ്ഞു. ഞാൻ കട്ടനാ പറഞ്ഞത്. ഇതിൻ്റെ കൂടെ കട്ടൻ കൂട്ടി കഴിക്കാനാണ് എനിക്കിഷ്ടം. വിയറ ചൂടുള്ള വിയറ്. മമ്മിയുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. മമ്മിയൊക്കെ ഇരുന്ന് വർത്താനം പറയുകയാണ്. ഹായ് കാണിക്കൂ. ബിസ്മാൻറ്റി കേട്ടിട്ടില്ല. ഇവിടെ എത്തിയിരിക്കുകയാണ്. എല്ലാവരും വർത്താനം പറയണമെങ്കിൽ ഇവിടെ തിരക്കില്ല. എന്ത്? ഇത് ഇന്ന് നമ്മൾ 4 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയത് മുതലുള്ള വീഡിയോസ്. ഇപ്പം ഏറെക്കുറെ ഒരു ഉച്ചര ആവാറായി അല്ലേ? ഇതാണ് സ്നേഹ. ഇതൊക്കെ അവൾക്ക് ഇനി 3.5 വർഷം കൂടി ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾക്ക് ഫുഡ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. മമ്മിയുടെ ഫോണിലാണ് ഫുഡ് സെറ്റപ്പ്. ഞാൻ കഴിക്കാണ്ടിരുന്നു പോന്നു. നമ്മളെ വഴി നയിക്കാൻ വേണ്ടി ഇതേ 2 പേരും കൂടി ഉണ്ട്. കട്ടച്ചിറ മമ്മിയുടെ ആരാ? അതെ, മമ്മിയുടെ ചാച്ചൻ്റെ പെങ്ങളുടെ വീട്ടിലോട്ടാണ് നമ്മളിനി പോകുന്നത്. വീട്ടിൽ കയറാണ്ട് വീട്ടിൽ വന്ന് ആദ്യം പേരയ്ക്ക വെക്കുക. ബിസ്മാൻറ്റിയുടെ കയ്യിലൊക്കെ ഉണ്ടോ? ഇഷ്ടം പോലെ എന്താ? വീട്ടിൽ പോകും കയറിയില്ല. താങ്ക് യു. എനിക്ക് 2 ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഇവർ കഴിച്ചു അല്ലേ? ബിസ്മാൻറ്റിയുടെ മടിയിൽ ഒരാളിരിക്കുന്നു. ബെനീറ്റ നാണം കുടുങ്ങിയാണ്. ബിസ്മാൻറ്റി വന്നോണ്ട് കയറ്റി മടിയിലെത്തി. ചാർജ് ചെയ്യാൻ ഇട്ടിരിക്കുകയാണ്. ഏറ്റുമാനൂർ മില്ലറ്റ് മാർട്ട് ആൻഡ് കഫേയുടെ അടുത്താണ്. ഉണ്ടോ? ഇവിടെ മൊത്തം മില്ലറ്റിൻ്റെ സാധനങ്ങൾ അത്ര. മില്ലറ്റ് സമൂസ, പിന്നെന്താ മില്ലറ്റ് പായസം, മില്ലറ്റ് കഞ്ഞി, മില്ലറ്റ് സംഭാരം, മില്ലറ്റ് റാഗി കൊഴുക്കട്ട എന്നൊക്കെ പറഞ്ഞ് വ്യത്യസ്തമായ സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഉണ്ടോ? ബിസ്മാൻറ്റി ഇപ്പോൾ ഉറങ്ങി വീഴുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് അല്ലേ? എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഉറങ്ങാൻ വല്ല സ്ഥലമുണ്ടോ എന്ന് നോക്കാം. മമ്മി ചായക്കടയാണോ നോക്കണേ? എനിക്കാണെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ മില്ലറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അമ്മ അത് വായിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നുണ്ട്. നോക്കി നിന്ന് മമ്മി മെല്ലെ കടയുടെ അകത്ത് കയറി. ഇപ്പോൾ പായസം ഓർഡർ ചെയ്തിട്ട് ഇരിക്കുകയാണ്. എന്ത് പായസം? എന്ത് പായസം? അല്ല, മില്ലറ്റ് പായസം കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. മമ്മിയൊക്കെ ഇല്ലേ, നമ്മൾ നേരത്തെ പോയില്ലേ ആ അങ്കിളുടെ വീട്ടിൽ നിന്ന് ചായയും പഴംപൊരിയും ഒക്കെ കയറ്റിയിട്ടായിരിക്കണം ഇപ്പം അടുത്ത പായസം. എനിക്കറിയില്ല എങ്ങോട്ടാണ് പോണേന്ന്. എനിക്ക് കയറണേ ഇല്ല. അതേവരൊക്കെ പായസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. എൻ്റെ വേറൊക്കെ നിറഞ്ഞ് ഇവർ പായസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഞാൻ ഇവരെ നോക്കി വെയിറ്റ് ചെയ്യുന്നു. കാറ് ചാർജ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സമയം കണ്ടോ? മുകളിൽ കാണുന്നുണ്ട് 3:30 ആവാറായി. ഇത് കണ്ടുകൊണ്ടിരിക്കുക.
പായസം വന്നിട്ട് കാണിച്ചു തരാം. പായസം എത്തിയിട്ടുണ്ട്. വന്നോണ്ട് ഒരു ചാടി കയറി ഇരിക്കാൻ നോക്കി. ഞാൻ ഭീഷണിപ്പെടുത്തി ഇവിടെ വെച്ചിട്ടുണ്ട്. എടുത്തോ എടുത്തോ ടേസ്റ്റ് നോക്കട്ടെ. ആദ്യം മമ്മി കുടിക്കുക, എന്നിട്ട് അവർ കുടിച്ചോളൂ. അതിനുണ്ട് മമ്മി. മമ്മിയുടെ അഭിനയം കണ്ടോ? നേരത്തെ ഒരു ഗ്ലാസ് കുടിച്ചിട്ട് ഇരിക്കണത്. ആ ചെറിയ ഗ്ലാസ് വൈൻ ഗ്ലാസ്സിൽ കുടിച്ചില്ല. ബിസ്മാൻഡി വേക്ക് ഇരുന്നുണ്ട്. എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കാം. അടുത്ത പായസം പറയാം. കണ്ടോ, ഇവരെയും കൂടി ഞാൻ തോറ്റു. എവിടെയും പോകാൻ പറ്റില്ല. ചായക്കടയത്തെയാണ് നമ്മൾ ചായ കുടിക്കാൻ. ഞാൻ കുറച്ച് നേരം എവിടെയും ഉറങ്ങിയതിൻ്റെ ഒരു ഉറക്കക്ഷീണം എനിക്കുണ്ട്. ഞാൻ നമ്മുടെ ചാറച്ചൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്നറിയോ? മില്ലറ്റ് പഴംപൊരി, മില്ലറ്റ് കൊഴുക്കട്ട, മില്ലറ്റിൻ്റെ സുഖിയൻ. പിന്നെ അവിടെ കുറച്ച് ഐറ്റംസ് ഉണ്ട്, അച്ചാർ, അങ്ങനത്തെ സാധനങ്ങൾ, മിക്സ് ബിസ്ക്കറ്റ്. അതൊന്നും മമ്മി എനിക്ക് മേടിച്ച് തന്നില്ല. മമ്മി എന്തോ മമ്മിക്ക് ആവശ്യമുള്ള മാത്രം മേടിച്ച് കുടിച്ചിട്ട് എനിക്ക് മേടിച്ച് തന്നില്ല. പായസം എനിക്കിഷ്ടമല്ലാത്തതൊന്നും ഞാൻ കുടിച്ചില്ല. അപ്പോൾ ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങി. അപ്പോൾ നമ്മൾ കറി കയറാൻ പോവുകയാണ്. ഓക്കെ ബൈ. അവിടെ കയറിയതിൻ്റെ പരസ്യമാണ്. വീണ്ടും നമ്മളിവിടെ വയമ്പൊളിച്ചിരിക്കുകയാണ്. ചാർജ് ആയിട്ടില്ല. എന്തുകൊണ്ടാണ് കാണിക്കണേ എനിക്കറിയത്തില്ല. കണ്ട, കലർപ്പില്ലാത്ത ശുദ്ധവുമായ ഉൽപ്പന്നങ്ങൾ. അരിപ്പൊടി, ഗോതമ്പ് പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൊടി, രസം പൊടി, സീമ്പുട്ടുപൊടി, ഇറച്ചി മസാല, ഗരം മസാല, ഫിഷ് മസാല തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ അർച്ചന റൂറൽ മാർക്കറ്റ് വഴി ലഭ്യമാണ്. അവർ പറഞ്ഞത് വെച്ച് അവർക്ക് കുറച്ച് ബ്രാഞ്ചുകളുണ്ട്. അവർക്ക് എന്താണെന്നറിയാവോ, എന്തോ സർക്കാരിൻ്റെ ഇപ്പോൾ പരിപാടിയെന്നൊക്കെ പറഞ്ഞേ. ഇനി അതിൻ്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടില്ല, ഹോം ഡെലിവറി ഒക്കെ ഉണ്ട്, പിന്നെ അതിൻ്റെ മന്ത്രി വരണം, അങ്ങനെ കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു കേട്ടോ. ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എൻ്റെ ഫോണിൽ ചാർജ് തന്നിട്ട് കുത്തിയിട്ടേക്കായിരുന്നു. ഇപ്പോഴാണ് ഫോൺ കയ്യിലിട്ട്. ആ ചാർജ് ഇട്ട സമയത്ത് ഞാനവിടെ കിടന്ന് കുറച്ചിട്ട് ഉറങ്ങുകയും ചെയ്തു. വിദേശത്തേക്ക് കൊണ്ടുപോകാൻ പ്രത്യേകം പാക്ക് ചെയ്ത് നൽകുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇത് ഇവിടെ ഒന്ന് വാങ്ങിക്കോട്ടോ. അർച്ചന ഫുഡ് പ്രൊഡക്ട്സ്. ഇത് വരണത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെട്ടിമുകൾ. നമ്മൾ അങ്കമാലിയിലെത്തി. എല്ലാവരും മുഖമൊക്കെ നോക്കി ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. അങ്കമാലിയിലെത്തി ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുകയാണ്. മമ്മിയും ഇവർ രണ്ടുപേരും കൂടി പറഞ്ഞത് വെജ് ഫ്രൈഡ് റൈസ്. ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞതും വെജ് ഫ്രൈഡ് റൈസ്. നിങ്ങൾ രണ്ടുപേരും. മമ്മി എന്താ പറഞ്ഞത്? മമ്മി തന്തൂരി റൊട്ടി, അങ്ങളും തന്തൂരി റൊട്ടി. നീ വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല, പറയാം. ഏത് ദാബേല? ഏത് ദാബേല? ഗുരുദാബേല അത്ര നമ്മൾ അങ്കമാലിയിൽ. ഞങ്ങൾ കുറച്ചു നേരം ഒന്ന് ഉറങ്ങിപ്പോയി. ഇപ്പോൾ സമയം ഏറെക്കുറെ 7:30 ആവാറായിട്ടുണ്ട്. ഗ്യാസ് കയറുന്നതുകൊണ്ട് ഞാൻ ബിസ്മാൻഡിക്ക് പകർന്നു കൊടുത്ത ഐഡിയാണ് ഇത് മേടിച്ച് കുടിച്ചാൽ. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ അത് കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. രാവിലെ ഒരു വട കഴിച്ചതാണ്, ഞങ്ങളെ ചതിച്ചതാണ് അല്ലേ മമ്മി? അങ്ങനെ നമ്മുടെ ഫുഡ് എത്തിയിരിക്കുന്നു. മമ്മിയുടെ ഫുഡ് എത്തിയിട്ടില്ല, ഞങ്ങളുടെ വന്നു. ഞാൻ കഴിക്കട്ടെ. ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതേ കണ്ടോ, ഒരൊറ്റ കഷ്ണം കഴിച്ചിട്ടുള്ളൂ. തുടങ്ങട്ടെ. ഞാൻ എൻ്റെ കോൺസെൻട്രേഷൻ പോകും. കേട്ടോ, ബൈ ബൈ. അവർ ഫുഡ് അടിച്ച് കഴിഞ്ഞു. അത് കഴിച്ച് തീർക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഇതേ പാഴ്സലെടുത്തു. അയ്യോ, ഹെവി ആയിരുന്നു അല്ലേ? കുറച്ച് ഹെവി ആയിരുന്നു. അതുകൊണ്ട് ഇവരൊന്നും കഴിച്ച് കഴിഞ്ഞിട്ടേ ഇല്ല. എൻ്റെയൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഞാനൊരു വിധത്തിലാണ് കഴിച്ചത്. ഇത് രണ്ടും കൂടിയാണ് കഴിച്ചത്, ഈ സംഭവം മേടിച്ചിട്ട്. ഇനി എങ്ങാനും വേഗം വീട്ടിലെത്തിയിട്ടൊന്ന് കിടന്നുറങ്ങിയാൽ മതിയായിരുന്നു. പക്ഷെ ഒടുക്കത്തെ ബ്ലോക്കാണ് ഇവിടെ. നമ്മൾ വന്ന് ഇവിടെ ബ്ലോക്കിൽ കിടക്കുകയാണ്. ഫുഡ് കഴിച്ചിറങ്ങിയപ്പോൾ വീണ്ടും ബ്ലോക്ക് കാരണമാണ് ഫുഡ് കഴിക്കാൻ കയറി. ഇപ്പോൾ അത് ഒടുക്കത്തെ ബ്ലോക്കാണ്. എനിക്ക് കാണിക്കാൻ കൂടി പറ്റുന്നുണ്ട്. അത്രയും ബ്ലോക്കാണ്. കണ്ടോ, ഫ്രണ്ടിലൊക്കെ മൊത്തം വണ്ടികളാണ്. കാണില്ല കേട്ടോ, മമ്മിയുടെ തല കാരണം. ഇപ്പോൾ ബ്ലോക്ക് ഇച്ചിരി ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഏറെക്കുറെ തൃശ്ശൂർ ടൗണിൻ്റെ അവിടെ എത്തി. മമ്മി പ്രോ ഡ്രൈവർ വണ്ടി ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ളവരൊന്നും കാണാനില്ല അല്ലേ? ഇത് ബിസ്മാൻഡി, ഇത് അമ്മച്ചി, ഇത് അവിടെ വലിയ മമ്മി. ഈ മമ്മിയുടെ പാട്ടിടൽ തുടങ്ങി. അപ്പോൾ ഓക്കെ, നമ്മൾ സ്ഥലത്തെത്തി. ബിസ്മാൻഡി ശിവോങ്കിൾ, ബിസ്മാൻഡിനെ കൂട്ടാൻ ശിവോങ്കിൾ വന്നിട്ടുണ്ട്. ബിസ്മാൻഡി പോവുകയാണ്. ടാറ്റാ ടാറ്റാ. എന്താ ബിസ്മാൻഡി വണ്ടി കയറി പോകുന്നു.